വന്ന മുന്നിൽ സ്റ്റാറ്റസ് എന്തായിരിക്കും? നീ എന്റെ ഫുൾ മാർക്കില്ലാതെ വീട്ടിലേക്ക് വന്ന അയ്യോ അച്ഛൻ എന്നെ കൊല്ലും. കഴിഞ്ഞ എക്സാമിന് മാർക്ക് വന്നിട്ട് പറഞ്ഞ് എന്റെ ഈ കാലി ചട്ട വെച്ച് പൊളിച്ചു. 3 ദിവസം ഞാൻ പേടിച്ച് പഠിച്ചു കിടന്നേ. ഇതാ മാർക്കിങ് നിനക്ക് എങ്ങനെ പുള്ളാപ്പിച്ച് കിട്ടും? നീ ലോകത്തിന്റെ ചൂട് നറി. അയ്യോ അടിക്കാൻ വെച്ചാ എനിക്ക് മോണാക്കിനും പാട്ടിനൊക്കെ ഒന്നാം സ്ഥാനമല്ല അടിക്കാൻ വെച്ചാ അവളൊരു പാട്ടും പാടാൻ ഫുൾ അതിനെ പറഞ്ഞാൽ ഒന്നും പറഞ്ഞ് ജയിച്ചെടുക്കണ്ടേ കേട്ടേ? പിടിച്ചെന്നാ അമ്മ പട്ടിരിക്കണം. അച്ഛൻ ചട്ടം വെച്ച് പൊള്ളിക്കും. റിസൾട്ട് ഉണ്ടായി അതൊക്കെ പോട്ടെ. മോൾ കഴിഞ്ഞ കലോത്സവത്തിൽ വെച്ച മോണറ്റ് എക്സലന്റ് അത് കളിച്ചേ. ഞാൻ രാവണൻ ലങ്കാധിപൻ സർവ സംഭാഷണത്തെയും കൈമുതലാക്കിയവൻ. എല്ലാ രാജാക്കന്മാരുടെ നാം ഒരു ഉപദേശം നൽകാം. ഏതൊരു മംഗളകരമായ പ്രവൃത്തിയും എത്രയും വേഗം പൂർത്തിയാക്കുകയും ഏതൊരു ആശയകരമായ പ്രവൃത്തികൾ കഴിയുന്നതും വൈകിപ്പിക്കുക എന്നാണ്. ലങ്കാധിപൻ താങ്കളുടെ ബുദ്ധിയും വിവേകമുള്ള എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തലവിലിട്ടിരിക്കുന്നത്? ഞാൻ ലങ്കാലക്ഷ്മി, ലങ്കയുടെ പ്രാണകാരി. ആരാണ് നീ? എന്തിനു വന്നു? കള്ളനാണോ? നിനക്ക് ഇത്രയും ധൈര്യമോ? ശ്രീരാമ ദൗത്യവുമായി വരുന്ന കപിശ്രേഷ്ഠൻ എവിടുമ്പോൾ ഈ ലങ്കാവാസനം അവസാനിപ്പിക്കണമെന്നാണ്. നിന്റെ നാശമെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശമെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മളോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ. അല്ല ടീച്ചറെ, ഞാൻ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ അവരെന്നെ ഇങ്ങനെ തല്ലുന്നേ. എന്താ ടീച്ചറെ, ആപ്പിൾസ് ഇല്ലാതെ കുട്ടിയൊക്കെ ലോകത്ത് ജീവിക്കണ്ടേ? ആ മോൾ ടെൻഷൻ അടിക്കില്ല, ഞാൻ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട. തല പുകയുമോ? എങ്ങോട്ടേക്ക് പോവാ? நாளை பாக்குறா. നിങ്ങൾക്ക് അറിയോ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സ്വന്തങ്ങൾ. അതൊക്കെ തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. എല്ലാം തീരാൻ പോവാ. നിങ്ങൾക്കറിയോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്? ഒരിക്കലുമില്ല. ആത്മഹത്യ ഒന്നിന്റെയും പരിഹാരമല്ല. നിങ്ങൾ തോൽവിയുടെ കാര്യം പറഞ്ഞ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചെന്നെത്തുന്നത് ലഹരി മാഫിയയിലേക്കോ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനത്തെ കുട്ടികളോട് നിങ്ങൾ 2 വാക്ക് പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാഡമിക വിജയങ്ങൾക്ക് മാത്രമുള്ളതല്ല, വിവിധ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ളതാണ് എന്ന് പറഞ്ഞ എന്റെ മോഡൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.